RCB വെറും ക്രിക്കറ്റ് ടീമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ 16,000 കോടി കൊടുത്ത് ഈ ഒരു ടീമിന് ബിർള വാങ്ങിയതിൻ്റെ പിറകിൽ വലിയൊരു സ്ട്രാറ്റജി ഉണ്ട്. ഫുള്ളായി പറഞ്ഞുതരാം. അതിനു മുമ്പ് വായോ, നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇത് വെറും ഒരു ക്രിക്കറ്റ് ടീമാണെന്നാണ്. പക്ഷേ സംഗതി അങ്ങനെയല്ല. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ മെഷീനാണ്. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ടീമിന് ഒന്നുമില്ലാണ്ടിരിക്കില്ല. അതിൽ നിന്ന് കുറേ റവന്യൂസ് വരും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BCCIയുടെ ബ്രോഡ്കാസ്റ്റ് ഷെയർ, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് വരും, അതുപോലെ ടിക്കറ്റ്, മാച്ച് ഡേയിലുള്ള ടിക്കറ്റ് കാര്യങ്ങൾ ഇതെല്ലാം വരും. ഇതൊക്കെ കൂടി അപ്രോക്സിമേറ്റ്ലി ഒരു 900 തൊട്ട് 1000 കോടി രൂപയായിരിക്കും വരുമാനം വരിക. ഇനി വെറുതെ വരുമാനം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതുപോലെ ചിലവുമുണ്ട്. പ്ലേയേഴ്സിൻ്റെ ശമ്പളം, ഓപ്ഷൻസ്, അതുപോലെ തന്നെ ട്രാവലിങ്, സ്റ്റാഫിൻ്റെ ശമ്പളം, ഇതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഇതിനെല്ലാം കൂടിയിട്ട് ഏകദേശം 300 തൊട്ട് 500 കോടി വരെ പോകും. അപ്പോൾ ലാഭം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 500 കോടിയെന്ന് കൂട്ടിക്കും. പക്ഷേ അവിടെ ഒരു സീനുണ്ട്. വർഷം 500 കോടി കിട്ടിയിട്ട് ഈ ഒരു മുടക്കിയ മുതൽ തിരിച്ചെടുക്കണമെങ്കിൽ ഏകദേശം 30 വർഷം എടുക്കും. ആരെങ്കിലും അത്രയും കാലമൊക്കെ കാത്തിരിക്കും? സോ സാഡ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇത് വെറും ഒരു ബിസിനസ് അല്ല, ഇതൊരു പക്ക ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 2008 RCB ടീമിൻ്റെ വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 450 കോടി രൂപയായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഏകദേശം 16,700 കോടി. അതായത് 18 വർഷം കൊണ്ട് ഏകദേശം 37 ഇരട്ടിയാണ് വളർന്നിരിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ ആ ഒരു ലാൻഡിൻ്റെ മൂല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ വിൽക്കുന്നവരും ആ ഒരു മൂല്യം കൂടിക്കൊണ്ടിരിക്കും. ഇതേ തന്നെയാണ് RCBയിലും. നമുക്ക് റവന്യൂ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ആ ഒരു മൂല്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഇത് മാത്രമാണോ? അല്ല. ഈ ഒരു ടീം എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ബിൽ ബോർഡാണ്. ഏകദേശം 50 കോടി വ്യൂവേഴ്സാണ് ഉള്ളത്. സോ 50 കോടി വ്യൂവേഴ്സിന് ബിർളയുടെ എല്ലാ ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സോ ബ്രാൻഡുകൾക്ക് വൻ റീച്ച് കിട്ടും. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ നല്ല രീതിയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അവർക്ക് പറ്റും. ഇത് വെറും ഒരു പരസ്യമല്ല, പകരം ഒരു ഇമോഷണൽ മാർക്കറ്റിംഗ് മിഷനാണ്. അപ്പോൾ ഓക്കെ, ബൈ.